പൂനെയിൽ പോലീസ് ചമഞ്ഞ് സ്വർണ്ണമോഷണം വ്യാപകമെന്ന് പരാതി. മലയാളി കുടുംബമാണ് ഒടുവിൽ തട്ടിപ്പിനിരയായത്. മോഷണ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് മാല അഴിപ്പിച്ച് പൊതിയിലാക്കി നൽകിയെന്നും വീട്ടിലെത്തി പൊതി തുറന്നപ്പോൾ കണ്ടത് കല്ലുകളാണെന്നും വീട്ടമ്മ പറഞ്ഞു. പ്രതികളുടെ CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിയിൽ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് രണ്ടുപേര് നിൽക്കുകയായിരുന്നു. കാക്കു കാക്കു എന്ന് വിളിച്ചിട്ട് ഞങ്ങൾ പോലീസാണെന്ന് പറഞ്ഞ് ഐഡൻറ്റി കാർഡ് കാണിച്ചായിരുന്നു. എന്നിട്ട് പറഞ്ഞ് ഇവിടെയൊക്കെ ചാക്കു വെച്ച് മാല കട്ട് ചെയ്തുകൊണ്ടൊക്കെ പോണ്, അതുകൊണ്ട് ഈ മാല ഊരി അവർ തരുന്ന പേപ്പറിൽ വെക്കാൻ പറഞ്ഞു. അങ്ങനെ ആ പേപ്പറിൽ വെച്ച് ഇട്ട് പറഞ്ഞ് അത് പേഴ്സിൽ വെച്ച് വീട്ടിൽ കൊണ്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കയ്യിലാണ് ആൾ ഈ പേപ്പർ തരണത്, ഞാനാണ് മാല ഊരി ഈ പേപ്പറിൽ വെക്കണത്. ഇനി വീട്ടിൽ വന്ന് നോക്കിയപ്പോഴത്തേക്ക് അത് 2 കല്ലായിരുന്നു. വേറെ ഒരാൾ വന്നായിരുന്നു, അതും അവരിലുള്ള ആളാണെന്നാണ് പറയുന്നത്. അയാളെയും വിളിച്ചു വരുത്തി ഇതുപോലെ മാല ഊരി, മാലയും ബ്രേസ്ലെറ്റും മോതിരമൊക്കെ ഊരി ഇതുപോലൊരു പേപ്പറിൽ പൊതിയിച്ചു. എന്നിട്ട് അയാൾ എങ്ങോട്ട് പോയാൽ അതോ അയാൾ അവിടെ തന്നെ നിന്നായിരുന്നു. അത് കണ്ടിട്ടാണ് ഞാൻ ഒരു പേപ്പറിൽ പൊതിഞ്ഞത്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഈ തട്ടിപ്പിന്റെ രീതി കേൾക്കുമ്പോൾ അല്പം വിചിത്രമാണ്. എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? ശ്രീനാഥ്, പോലീസ് ഏതായാലും ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. പ്രാഥമികമായ അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ഹെൽമെറ്റ് ധരിച്ചതുകൊണ്ട് ആരാണ് എന്ന് വ്യക്തമല്ല. മാത്രമല്ല, ഈ ബൈക്കിൻ്റെ 2 ബൈക്കുകളിലായി 4 പേരാണ് ഈ തട്ടിപ്പിനായി എത്തിയിട്ടുള്ളത്. ഈ ബൈക്കുകൾക്ക് നമ്പർ പ്ലേറ്റ് ഇല്ല എന്നതുകൂടി ഈ അന്വേഷണത്തെ ഒരു പരിധിവരെ പ്രശ്നത്തിലാക്കുന്നുണ്ട്. ഏതായാലും പോലീസ് ഈ സമയത്ത് വ്യാപകമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്, വിവിധ സംഘങ്ങളായി തിരിയുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. പൂനെയിൽ ആദ്യമായല്ല ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് വിശ്രന്ത്വാടി എന്ന സ്ഥലത്ത് ഇതുപോലെ ഒരു പ്രായമായ 2 പേരെ സമാന രീതിയിൽ തന്നെ തട്ടിപ്പ് നടത്തുന്നത്. ഈ പരാതിയിൽ വീട്ടമ്മ, നമ്മുടെ മലയാളിയായ വീട്ടമ്മ പറയുന്നത് പ്രകാരം ഇവർ അമ്പലത്തിൽ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് 2 പേർ ഇങ്ങനെ ബൈക്കിൽ നിൽക്കുന്നത് കാണുന്നത്. ഒരാൾ ബൈക്കിലും മറ്റൊരാൾ താഴെയുമുണ്ട്. ബൈക്കിലിരിക്കുന്നയാൾ പോലീസാണ് എന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അയാൾ ഒരു ID കാർഡും കാണിക്കുന്നുണ്ട്. അത് വ്യാജമാണ് എന്ന കാര്യം ഇതിനോടകം തന്നെ പോലീസ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഒരു പോലീസുകാരൻ ഉള്ളതായോ പോലീസ് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചതായോ ഒന്നും തന്നെ പോലീസിന് അറിവുമില്ല. അതുകൊണ്ട് അതൊരു തട്ടിപ്പുകാരൻ തന്നെയാണ് എന്ന കാര്യത്തിൽ ആ തരത്തിൽ സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട്. താൻ പോലീസാണ്, ഇവിടെ ഈ മാല മോഷണമൊക്കെ കൂടുന്നത് കൊണ്ട് ഈ മാലയൊക്കെ കയ്യിൽ ഈ ആഭരണം ധരിച്ചു പോവാതെ അത് പൊതിയാക്കി ബാഗിൽ വെച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് അദ്ദേഹം പറയുകയും ഒരാളെ കൊണ്ട് അത് ചെയ്ത് കാണിക്കുകയും ചെയ്തു. ഈ ചെയ്ത് കാണിക്കുന്ന ആൾ പോലും ഈ തട്ടിപ്പിൻ്റെ ഭാഗമാണ് എന്നതാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. ഈ സ്ത്രീയും ഈ 2 പേരെയും ഈ വസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബൈക്കിൽ പോകുന്ന ദൃശ്യങ്ങളിൽ നിന്ന് തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ഇവരുടെ മുഖം ഏതായാലും ഈ ദൃശ്യങ്ങളിൽ നിന്ന് ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഈ ആഭരണം ഒരു കടലാസിലാണ് പൊതിഞ്ഞു നൽകുന്നത്. അത് ബാഗിലിട്ട് വീട്ടിലേക്ക് പോവുകയും ചെയ്തു. തുറന്നു നോക്കിയപ്പോഴാണ് അത് വെറും കല്ലുകളാണ് എന്ന് മനസ്സിലായത്. 3 പവൻ്റെ ആഭരണമാണ്, അതായത് ഏതാണ്ട് 2 ലക്ഷത്തോളം രൂപയുടെ ഒരു നഷ്ടമാണ് ഈ കുടുംബത്തിന് ഉണ്ടായിട്ടുള്ളത്. സമാനമായ രീതിയിൽ മറ്റിടങ്ങളിൽ കൂടി ഇത്തരം സംഭവങ്ങൾ പൂനെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ സംഭവത്തിൻ്റെ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ശരി, ശ്രീനാഥ് ചന്ദ്രൻ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മുംബൈയിൽ നിന്ന്.